ചൈന അമേരിക്ക ചെയ്യുന്നത് പോലെ ലോകത്തൊട്ടാകെ സൈനിക താവളങ്ങൾ തുടങ്ങുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം ലോകത്ത് ഏകദേശം 800ഓളം സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. അതിന് അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ $36 ട്രില്യൺ കടത്തിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും നിലനിൽക്കുന്നത് ഈ ഡോളറിൻ്റെ ബലത്തിലാണ്. അപ്പോൾ ആ ഡോളറിൻ്റെ ബലം, അങ്ങനെയുള്ള ഒരു റിസർവ് കറൻസിയുടെ ബലം പിന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കില്ല. അവരുടെ യുവാൻ ആ തരത്തിൽ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ട് ഉള്ള സൈനിക താവളങ്ങൾ സൃഷ്ടിക്കല. അവർക്ക് ജിബൂട്ടി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് സൈനിക താവളമുണ്ട്. ഒരേ ഒരു സൈനിക താവളം ചൈനയ്ക്ക് പുറത്തുള്ളത് ജിബൂട്ടിയിലാണ്. അല്ലാതെ അത് ലോകത്തൊട്ടാകെ പല സ്ഥലങ്ങളിലും ഈ ചെറിയ തോതിലൊക്കെ സൈനിക കേന്ദ്രങ്ങളും താവളങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്നാൽ അമേരിക്ക സൃഷ്ടിച്ചതുപോലെയുള്ള ലോകത്തൊട്ടാകെ സൈനിക താവളങ്ങൾ സൃഷ്ടിക്കത്തില്ല എന്നതിൻ്റെ കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നത് എങ്ങനെയാണ് എന്നുള്ള പഠനം ചൈന ഗൗരവമായി നടത്തി. അപ്പോൾ അങ്ങനെ നടത്തിയപ്പോഴാണ് അവരുടെ താല്പര്യങ്ങൾ, റഷ്യ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ലോകത്തൊട്ടാകെ വിപ്ലവം നടത്താനും ലോകത്തൊട്ടാകെ സഹായിക്കാനും മൂന്നാം ലോക രാജ്യങ്ങളെ സഹായിക്കാനും തുനിഞ്ഞതിൻ്റെ ഫലമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച എന്ന പാഠം ചൈന മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ രസകരമായ ഒരു കാര്യം, വെള്ളിയാഴ്ച, ശനിയാഴ്ചയാണ് ഈ അട്ടിമറി നടക്കുന്നത്. വെള്ളിയാഴ്ച ഏറ്റവും അവസാനം മധുരയെ കണ്ടത് ചൈനയുടെ പ്രതിനിധികളാണ്. ചൈനയുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് അധികാര നഷ്ടം ഉണ്ടായിരിക്കുന്നത്. റഷ്യയുടെ കപ്പലുകളുമൊക്കെ ഈ കരീബിയനിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ മിലിറ്ററി ഓപ്പറേഷൻ അതൊന്നും ഒരു തടസ്സമായില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അമേരിക്കയെ സൈനികമായോ അല്ലെങ്കിൽ ലോകത്ത് മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ സൈനികമായോ നേരിട്ട് സഹായിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്ന നയമല്ല ചൈനയുടേത്. ചൈനയുടെ പ്രധാനപ്പെട്ട നയം സാമ്പത്തികമായി ശക്തി പ്രാപിക്കുക. സാമ്പത്തികമായി ശക്തി പ്രാപിച്ചതിന് ശേഷം മാത്രം ഒരു പക്ഷേ അവർ സൈനികമായ ഇടപെടലോ സൈനികമായ നീക്കങ്ങളോ നടത്തിയേക്കാം. നിലവിൽ അതിനുള്ള സാധ്യതയില്ല. മറിച്ച് അവർ ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കെതിരായിട്ട് ശക്തമായ വികാരമുണ്ടാവും. ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് വെനസ്വേലയെ ചൈനയുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനായിരിക്കും ചൈന ശ്രമിക്കുക. അതാണ് അവരുടെ സ്ട്രാറ്റജി.